ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ അല്ലാഹുവോട് ആരാധിക്കണമെന്ന് ഈസ നീ ക്രിസ്ത്യാനികളോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂറത്ത് മാഇദയിൽ കാണാം അല്ലാഹുവിന് മുന്നിൽ അദ്ദേഹം അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാന മാ യഖൂലു ലന ഖൂല മാ ലൈസ ലി ബിഹഖ് ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സി. അങ്ങനെ അദ്ദേഹം അല്ലാഹുവിനോട് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് പറയും, തന്റെ നിസ്സഹായത പറയും, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, ഞാനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയുമല്ലോ, എനിക്ക് അർഹതയില്ലാതെ ഞാനെങ്ങനെ പറയും, ഞാൻ അവരുടെ ഇടയിലായിരുന്ന സമയത്ത് ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു, നീ എന്നെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയ സമയത്തിന് ശേഷം അവരെന്താണ് ചെയ്യുന്നത് എനിക്കറിയുകയില്ല, ഞാൻ ആകെ അവരോട് പറഞ്ഞത് അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ്. അപ്പൊ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് എല്ലാ പ്രവാചകന്മാരും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ളത് പ്രത്യേകം പറയാൻ കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണത്. ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഒഴിവാകും. അതുപോലെ ഔലിയാക്കളും സാലിഹീങ്ങളും ശുഹദാക്കളും എല്ലാവരും ഒഴിവാകും. ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കപ്പെടുകയും ഇഷ്ടത്തോടുകൂടി ആരാധിക്കപ്പെടുകയും ചെയ്ത താവൂത്തുകളാകട്ടെ അവർ അവിടെ നിഷേധിക്കുകയും നമ്മളെല്ലാവരും ശിക്ഷയിൽ ഒരുമിച്ചാണ് ഒന്നും ചെയ്യാനില്ല എന്ന്